ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നും ഒരു ഡെക്കറേഷൻ വീഡിയോ ഞാൻ കേട്ടോ. ഒരു 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. 7.5 ഇഞ്ച് മുകളിലെ കേക്ക് ബേക്ക് ചെയ്തേക്കാണ്. ഇപ്പം നല്ല ഹൈറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഒരു 4 ലെയറായിട്ടോ കേട്ടോ ഒരു കേക്ക് ഒന്ന് ഐസിങ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ടോപ്പിലായിട്ട് ഞാൻ നമ്മുടെ അതായത് നമ്മുടെ ഓയിൽ ബ്രഷ് വെച്ചിട്ട് ആ ടോപ്പിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പൈപ്പ് ബാഗ് കുറച്ച് ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട്. ലീഫ് ഗ്രീനും യെല്ലോ കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. പൈപ്പ് ബാഗിൻ്റെ അറ്റം ഇതുപോലെ കട്ട് ചെയ്തിട്ട് കേക്കിൻ്റെ രണ്ട് സൈഡിലെടുത്ത് ഇതുപോലെ ഒന്ന് മുകളിലേക്കൊരു തണ്ട് വരച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ലീഫ് കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ കട്ട് ചെയ്തിട്ടുള്ള ലീഫല്ല, നമ്മുടെ അതുപോലെ തന്നെ ഈ ഒരു രീതിയിലോട്ട് ലീഫ് വരച്ചു കൊടുക്കുന്നത്. അതുപോലെ ലൈൻ ഇട്ടിട്ട് എൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് താഴോട്ട് ഇങ്ങനെ വലിച്ചാൽ മതി, നമ്മുടെ മെഹന്തിയൊക്കെ ഇടുന്ന സമയത്ത് ചെയ്യുന്ന പോലെ. അപ്പോൾ ഇതുപോലെ നമുക്ക് അപ്പുറം ഇപ്പുറം എന്നുള്ള രീതിയിൽ മുകൾ വശം വരെ ഇതുപോലെ തന്നെ ലീഫ് വരച്ച് കൊടുക്കാവേ. അപ്പോൾ ഈ ഒരു സൈഡ് ചെയ്ത ശേഷം പിന്നെ എനിക്കിത് ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ഒന്ന് ഓർഡർ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാം ഒന്ന് കഴിഞ്ഞ് ഒന്ന് സെറ്റായ ശേഷം ഡെക്കറേഷൻ ചെയ്യാന്ന് വെച്ചപ്പം ഏകദേശം ഒന്ന് ലൈറ്റൊക്കെ പോയി. അതുകൊണ്ടാണ് ഒരു ഡാർക്ക് കളർ ഫീൽ ചെയ്യുന്നത്. ആ ഒരു വെട്ടക്കുറവുണ്ടാവും. അപ്പോൾ അതിൻ്റെ ടോപ്പ് വരെ നമ്മൾ ലീഫൊക്കെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഞാൻ ഇതുപോലെ ലീഫ് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലവർ വരയ്ക്കാനുള്ള ആ ക്രീമൊക്കെ ഒന്ന് പൈപ്പ് ബാഗിലായി കൊടുക്കാം. ഞാൻ ഇതുപോലത്തെ കേർവ്ഡ് ആയിട്ടുള്ളൊരു നോസിലോട്ട് എടുത്തേക്കുന്നത്. അത് നമ്മൾ 144 എന്നുള്ള നോസിൽ ഇച്ചിരൂടെ വലുത്. ഇതിൻ്റെ നമ്പർ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വീതി കുറഞ്ഞ ഭാഗത്തായിട്ട് ഞാൻ ഈ കളർ ആഡ് ചെയ്ത ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അത്ര മിക്സ് ചെയ്യാത്തത്രയും കളർ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്മുടെ നോസിൽ ആ വീതി കുറഞ്ഞ ആ ഒരു ഭാഗം വരുന്നിടത്ത് ഇതുപോലെ ഞാൻ അതുപോലെ പാൽ നൈഫിൽ ആ ക്രീം ആക്കിയിട്ട് സൈഡ് ഇതുപോലെ ഒന്ന് ടോപ്പ് വരെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയായിട്ട് ഞാൻ വൈറ്റ് ക്രീം ആട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മുകളിൽ ചെറിയ തിന്നായിട്ടൊരു കളർ മതി എന്നുണ്ടെങ്കിൽ ഇത്ര ഒന്നും ക്രീം എടുക്കണ്ട കേട്ടോ. ഒന്ന് ചെറുതായിട്ട് ഒന്ന് ആ ഒരു സൈഡിൽ മാത്രം ഒന്ന് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ പിന്നെ അത്രയും ക്രീം മിക്സ് ചെയ്തുകൊണ്ട് എടുത്തത്രയും ക്രീം അങ്ങോട്ട് അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിയായിട്ട് വൈറ്റ് ക്രീമും കൂടെ ഫിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്ലവറൊക്കെ ഒന്ന് വരച്ച് കൊടുക്കാവേ. അപ്പോൾ ഇങ്ങനത്തെ ഫ്ലവറും നമ്മൾ വരച്ചിട്ടുണ്ട്. ചുമ്മാ ജസ്റ്റ് ഓരോരോ പെറ്റൽ ഇങ്ങനെ വരച്ച് അത് ഫുള്ളായിട്ട് ഇങ്ങനെ വരച്ച് പോവുമല്ല, ഹാഫായിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഓരോ പെറ്റൽസ് വരച്ച് പോവുകട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് താഴെ ഇച്ചിരി വലിപ്പമുള്ള ഫ്ലവർ അതിൻ്റെ മുകളിലോട്ട് വരുന്തോറും വലിപ്പം കുറഞ്ഞ് വരുന്ന രീതിയിലോട്ടോ ഫ്ലവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഫ്ലവർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ പറയത്തില്ല അതിൻ്റെ അതായത് താഴെ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഡബിൾ ഷെയ്ഡ് കറക്റ്റായിട്ട് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ മേളിൽ നോക്കുമ്പോൾ ആ ഒരു പിങ്ക് കളർ മാത്രമേ ശരിക്കും കാണത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഫ്ലവർ ആ നേരത്തെ വരച്ചാലും കുറച്ചുകൂടെ വലിപ്പം കുറഞ്ഞ രീതിയിലൊന്ന് വരച്ചു കൊടുക്കാം. മൊത്തം 4 ഫ്ലവർ ആ ഒരു സൈഡിൽ വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഒന്ന് ഫ്ലവറൊക്കെ വരച്ചു കൊടുക്കാവേ. അപ്പോൾ ഏറ്റവും മുകളിലത്തെ ഫ്ലവർ വരയ്ക്കുമ്പോൾ വെറും 3 പെറ്റൽ മാത്രമേ വരയ്ക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞു ഫ്ലവറിൻ്റെ ലുക്ക് കിട്ടുകയും ചെയ്യും. ഫ്ലവറെല്ലാം വരച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് കേക്ക് പേരും കൂടി എഴുതി കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ എല്ലാം ഇവിടെ ഫിനിഷ് ആവും. പിന്നെ ഇത് ലാസ്റ്റ് അതിൻ്റെ താഴെ, അതായത് നമ്മൾ 2 സൈഡിലേക്ക് ഫ്ലവർ വരച്ചതിൻ്റെ സെൻറ്ററിലായിട്ടൊരു ബട്ടർഫ്ലൈനും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഡെക്കറേഷൻ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.